Watch full episodes on Jio Hotstar. ഡോക്ടർ മിസൈൽ ഡിഫൻസിന്റെ പുതിയ സൂപ്പർസോണിക് മിസൈൽ മോഷ്ടിച്ചിരിക്കുകയാണ്. ഡോക്ടർ മിസൈൽ ഒരു ചുവന്ന കാറിലാണ് മിസൈൽ മോഷ്ടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് എത്ര ശ്രമിച്ചിട്ടും അയാളെ തടയാനായി കഴിഞ്ഞിട്ടില്ല. കാരണം മോഷണ സംഘം എല്ലാ ഫോൺ നെറ്റ്വർക്കും വൈഫൈ നെറ്റ്വർക്കും വിച്ഛേദിച്ചിരിക്കുകയാണ്. കൂടാതെ അവർ പോലീസിന്റെ ഹെലികോപ്റ്ററും നശിപ്പിച്ചിരിക്കുന്നു. അതിനാൽ ഈ വേഗം വരൂ, അപകടം പിടിച്ച മിസൈലും എടുത്താണ് അവർ പോകുന്നത്. അതെ, നമുക്ക് അവരെ ഉടൻ തന്നെ പിടിച്ചേ പറ്റൂ. ഞാൻ മെയിൻ റോഡ് വഴി പോവാം, നിങ്ങളൊക്കെ വേഗം വണ്ടി എടുക്ക്. ഇത് എന്ത് ഒച്ചയാണ്? എല്ലാരും വരൂ. കണ്ടില്ലേ, ഇതാണ് ഡോക്ടർ മിസൈലിന്റെ സ്റ്റൈൽ. എത്ര ഈസി ആയിട്ടാണ് ഞാൻ സൂപ്പർ സോണിക് ന്യൂക്ലിയർ മിസൈൽ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇത് ശബ്ദത്തിന്റെ വേഗത്തെക്കാളും 10 മടങ്ങ് വേഗത്തിൽ ട്രാവൽ ചെയ്യും. മാത്രമല്ല, ഇത് ഒരു തവണ ഫയർ ചെയ്താൽ പിന്നെ ഒരാളെ കൊണ്ടും ഇതിനെ തടയാൻ കഴിയില്ല. ഇതിന്റെ ടെക്നോളജി എനിക്ക് കോപ്പി ചെയ്ത് ഞാൻ ഇതുപോലത്തെ ഒരുപാട് മിസൈൽ ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഞാൻ മലയുടെ മുകളിൽ കയറി നിന്ന് ഈ ലോകത്തിന്റെ നായകനായി മാറും. അല്ല, ഈ വാഹനം എന്താ പറ്റിയത്? ഇതെങ്ങനെ നിന്ന് പോയത്? ചെലേ, ഇറങ്ങി വണ്ടി തള്ളു. ഇതെന്താ നിങ്ങൾ ഇതിന് മോളിൽ? ഞങ്ങള് ശരിക്കും ക്ഷീണിച്ചു പോയി. അല്ല, അതാണ് വരുന്നത്. അല്ല ചേട്ടന്മാര്, എന്തിനാ വഴിയിൽ ഇങ്ങനെ നിന്നോണ്ടിരിക്കുന്നത്? പറയൂ. ആ ഡോക്ടർ മിസൈൽ ഒരു മിസൈലും എടുത്തോണ്ട് പോകുന്നു എന്നാണല്ലോ കേട്ടത്. പോലീസുകാർ നിങ്ങളാന്ന് കരുതി പിടിക്കും കേട്ടോ. കാരണം അവരടുത്ത് നിങ്ങളടുത്തുള്ള പോലെ തന്നെ ഈ റെഡ് വാൻ ഉണ്ട് കേട്ടോ. വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ. നിൽക്കൂ സുഹൃത്തെ, ഞാനൊരു ഡോക്ടറാണ്. ഇപ്പൊ പേഷ്യന്റിനെ കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ എന്റെ വണ്ടി കംപ്ലൈന്റ് ആയി, സ്റ്റാർട്ട് ആവുന്നില്ല. താങ്കൾ ഒരു ശക്തിമാനാണെന്ന് കണ്ടാലേ അറിയാം. ഈ വണ്ടി ഒന്ന് തള്ളാൻ സഹായിക്കാമോ? തീർച്ചയായും, വരൂ. ആഞ്ഞു തള്ളയില്ല സാ. അതേ മോട്ടു, നീ എന്തിനാ അവനെ പോവാൻ സമ്മതിച്ചത്? അത് ഡോക്ടർ മിസൈലിന്റെ റെഡ് വാൻ ആയിരുന്നു. സോറി, വെരി സോറി. എന്ത് ചെയ്യാനാ പത്തുലു, എന്റെ ലോല ഹൃദയമല്ലേ. ആരെങ്കിലും സഹായം ചോദിച്ചാ പറ്റില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നീ ഒരു മഹാനാണ്. മഹാനല്ല, മഹാനേക്കാൾ വലിയ മഹാനാണ്. താങ്ക് യു വെരി മച്ച്. ശരി എന്റെ ചങ്ക, എന്റെ ബ്രോ, സംസാരിച്ചതൊക്കെ മതി. വാ, നമുക്ക് അതിനെ ഫോളോ ചെയ്യാം. വരൂ. അതേ മോട്ടു, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഓടുന്നത്? കാറിൽ കയറിയിരിക്ക്. സോറി. പക്ഷെ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഐഡിയ. ഡോക്ടർ ജട്ക, നിങ്ങളുടെ പ്രൈവറ്റ് ചാനൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് സാധാരണ ആൾക്കാരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? കാരണം എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ചേട്ടാ എന്റെ ചങ്ക, എന്റെ ബ്രോ, അതിനെന്താ പറ്റുമല്ലോ. അവർക്ക് എന്റെ ഫ്രീക്വൻസി എന്താന്നുള്ളത് അറിയാത്തതുകൊണ്ട് അവരെ കൊണ്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഹലോ എവ്രിവൺ, എല്ലാരും സൂക്ഷിച്ച് കേൾക്കൂ. ഇത് ഞങ്ങളാണ് മോട്ടു പത്ലു. ഞങ്ങൾ ഡോക്ടർ മിസൈലിനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു സൂപ്പർ സോണിക് മിസൈലിനെ കട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാ നെറ്റ്വർക്ക്സും ജാംഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു നാടൻ ഐഡിയ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അയാൾ എവിടുന്ന് വന്നാലും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് കൈ കൊട്ടുകയോ അല്ലെങ്കിൽ വെസൽസ് കൊണ്ട് ഒച്ച ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം എങ്ങോട്ടാണ് ഓടുന്നതെന്ന്. എന്നിട്ട് ഞങ്ങൾ അയാളെ ഫോളോ ചെയ്ത് അയാളെ എങ്ങനെയെങ്കിലും പിടിച്ചേക്കാം. നമ്മൾ എല്ലാവരും ചേർന്ന് ഈ നാടിനെ രക്ഷിക്കണം. ഓവർ ആൻഡ് ഔട്ട്. നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാം. റെഡ് വൺ വരുന്നു, പിടിച്ചു നിർത്ത്. പത്തലു, ദേ അവിടുന്നാണ് ശബ്ദം കേൾക്കുന്നത്. നിന്റെ ഐഡിയ വർക്കൗട്ട് ആവുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെല്ലൂ. ആ എന്തിനാണ് ഈ ആൾക്കാർക്ക് ഇങ്ങനെ പാത്രം കൂട്ടി കളിക്കുന്നത്? ഇന്നിവിടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ ആണോ? എന്താ ഇത്രയും പെട്ടെന്ന് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവണേ? ഈ ആൾക്കാർ എന്താ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണേ? എന്താ സംഭവിച്ചേ? എനിക്ക് എന്തോ ഇതൊരു ടൈപ്പ് സിഗ്നലായിട്ടാ തോന്നണേ. ഇവരിങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി പോലീസിനോട് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാന്നാ തോന്നണേ. താൻ എന്താണോ ഈ പറയുന്നത്? വണ്ടി പെട്ടെന്ന് ഏതെങ്കിലും കാട്ടിലേക്ക് കയറ്റ്. നോക്കൂ, ഈ ഡോക്ടർ മിസൈൽ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കളി കളിക്കാൻ പോവുകയാണ്. ഈ ലോകം മുഴുവൻ ഡേഞ്ചറിൽ ഇരിക്കാൻ പോവുകയാണ്. യു ആർ റൈറ്റ്. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. പക്ഷേ എന്താണ് ചെയ്യുക? നമ്മുടെ ഫോൺ ആണെങ്കിൽ ഓഫ് ആയും പോയി. അതുകൊണ്ട് പോലീസിനെ ഇൻഫോം ചെയ്യാനും പറ്റുകയില്ല. ഇൻഫോം ചെയ്യാം. എങ്ങനെ? സിമ്പിൾ. പാത്രം കൂട്ടുക, എന്നിട്ട് അവർക്ക് നമ്മുടെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക. അത് ശരി. ഈ കാട്ടിനുള്ളിൽ ആരാണ് ഇത്ര വൃത്തിയുടെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തോ കാര്യമായ കുഴപ്പമുണ്ടല്ലോ. അതെന്താന്ന് പോയി നോക്കിയിട്ട് തന്നെ കാര്യം. നിങ്ങൾ എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സോറി ബോസ്, ഇത്രയും ഡേഞ്ചറസ് ഒരു ടാസ്കില് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇത് മുഴുവൻ ഹ്യൂമാനിറ്റിക്ക് എതിരാണ്. ഞങ്ങൾ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആ ആൾക്കാർക്ക് സിഗ്നൽ കൊടുക്കുകയാണ്. അവർ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്. വേഗം പോട്ടെ. ഇതുണ്ടല്ലോ. ഇല്ല, നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ഈ ടെക്നോളജി അടിച്ചു മാറ്റി ലോകം മുഴുവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? ആ മിസൈലിനെ ഞാൻ വോയിസ് കൺട്രോളിൽ പറപ്പിക്കും. ഇവിടുത്തെ ഗവൺമെന്റിനോട് ഞാൻ 50 കോടി രൂപ ചോദിക്കും. അവർ തന്നില്ലെങ്കിൽ ഈ മിസൈലിനെ കൊണ്ട് ലോകം മുഴുവൻ ഞാൻ തകർത്ത് കളയും. അതാണ് എന്റെ പ്ലാൻ. മനസ്സിലായോ? പക്ഷെ ഇതൊക്കെ ചെയ്തതിനു മുമ്പ് ഞാൻ ഈ നാട്ടിൽ നിന്നും വളരെ വളരെ ദൂരത്തേക്ക് പോയി എസ്കേപ്പ് ആകും. ഓ നോ, വോയിസ് കൺട്രോളിലാണ് മിസൈൽ ഉള്ളത്. ഇയാൾ ഫയർ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഫയർ ആകും. ഇനിയും ഉറക്കെ പാത്രം കൊട്ട്. ഇയാളുടെ ശബ്ദം ഒരിക്കലും മിസൈൽ വരെ എത്താൻ സാധിക്കരുത്. ഫയർ! ഞാൻ പറയുന്നു ഫയർ! ഞാൻ നിന്നോട് ഫയർ എന്നാണ് പറഞ്ഞത്. ഫയർ, ഫയർ, ഫയർ! നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ ബാൻഡ് വായിക്കുന്നതൊന്ന് നിർത്തൂ. ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു. വരൂ. നീ ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കുമായിരുന്നു അല്ലേ? ആഹാ, നിങ്ങൾ ശരിക്കും ഒരു മഹാൻ തന്നെയാണല്ലോ. ആ വാൻ അവിടുന്ന് തള്ളി സ്റ്റാർട്ട് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ആളല്ലേ? ഇത് ഡോക്ടർ മിസൈലിന്റെ സ്റ്റൈലാണ്. ഇത് കണ്ടില്ലേ, എന്റെ മിസൈൽ. അല്ല, ഇത് ഓഫാണല്ലോ. ശരിയാണ് പറഞ്ഞത്. ഇപ്പൊ കണ്ടോളൂ, ഞാനിതിപ്പോ ഓൺ ചെയ്യാം. മിസൈൽ ഫയർ! ഓഹോ, എന്താണ് ചെയ്തത് മോട്ടുജി? വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ മിസൈൽ വോയിസ് ആക്ടിവേറ്റഡ് ആണ്. ഫയർ എന്ന് പറഞ്ഞാല് ഇത് ഫയർ ആകാൻ തുടങ്ങും. ഇതോടെ എന്റെ ജോലി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പോവുകയാണ്. അയ്യോ, ഓടിക്കോ ഇവിടുന്ന്. ഓ സോറി പത്ലു. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ കേക്കൂ. വരൂ. അല്ല, നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് ഈ പൊക്കിക്കൊണ്ട് പോകുന്നത്? രക്ഷിക്കൂ. എവിടെയാണോ നീ പോകേണ്ടത് അവിടെ. ഇനി ഇവിടെ
പഠിക്ക്, എന്നിട്ട് യൂണിവേഴ്സിറ്റി ചെന്നിട്ട് ബ്ലാസ്റ്റ് ആയിക്കോളൂ. ബൈ ബൈ. എന്തേ ഇപ്പോഴെന്താ പറ്റിയത് ഡോക്ടർ സാറേ? നിങ്ങളുടെ ഈ സ്റ്റൈൽ ഡോക്ടർ മിസൈലിന്റെ സ്റ്റൈലിനെക്കാളും വളരെ അപകടം പിടിച്ചതാണ്. ആ ലോഞ്ച് പാഡിലിരിക്കുന്ന റെഡ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണം പ്ലീസ്. അപ്പോൾ മാത്രമേ മിസൈൽ താഴെ വരത്തുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. എന്ത് പറ്റി? നിങ്ങളുടെ അപരാധി ദേ മേളിലേക്ക് പോയിരിക്കുക. അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ മുട്ടി മുട്ടി പതുക്കെ താഴേക്ക് വരുന്നേ. അയ്യോ അയ്യോ എന്നെ വിടൂ, എന്നെ താഴെ ഇറക്കൂ, എന്നോട് ക്ഷമിക്കൂ, താഴെ ഇറക്കൂ, എന്നോട് ക്ഷമിക്കൂ. മോട്ടു പത്ലു, നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇവനെ പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ആൾക്കാരുടെ ജീവൻ രക്ഷപ്പെട്ടു. എന്നാ കൊണ്ടുപോയി ആളെ. ഇങ്ങോട്ട് വാടോ. താങ്ക് യു വെരി മച്ച്. Watch India's largest kids library only on Jio Hotstar. Download the app now.